അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ വിജയപീഠത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിജയപീഠം എപ്പിസോഡിൽ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം കാലിക്കറ്റ് NIT നിന്ന് ഉന്നത വിജയം നേടി ഗോൾഡ് മെഡലിസ്റ്റായ മുഹമ്മദ് അമീനാണ് ഇന്നത്തെ വിജയപീഠത്തിൽ നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് അമീൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അമീനെ ഞാൻ ഈ ഒരു വിജയപീഠം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അമീന് ശരിക്ക് താമസിക്കുന്നത് എവിടെയാണ്, ആരൊക്കെയാണ് വീട്ടിലുള്ളതെന്നൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു, എന്ന് പറയാം. വീട് ചാവക്കാടാണ്, തൃശ്ശൂർ. വീട്ടിൽ ഉമ്മ ഉപ്പ പിന്നെ മൂത്ത 2 ഇത്താമാരുണ്ട്, പിന്നെ ഇക്ക, പിന്നെ ഞാൻ ഏറ്റവും ഇളയതാണ്. ഞങ്ങൾ 4 മക്കളാണ്. ഇത്താമാര് കല്യാണം കഴിഞ്ഞ്, പിന്നെ ഇക്ക ദുബായിൽ വർക്ക് ചെയ്യാണ്. ഞാനിപ്പോൾ ഇവിടെ കോളേജ് പഠനം കഴിഞ്ഞിട്ടിപ്പോൾ ഹൈദരാബാദിൽ ജോലി ചെയ്യാണ്. ജോലി കയറി. ഓക്കെ. ചെറിയ മോനാണ് വീട്ടിലല്ലേ? ഏറ്റവും ഓക്കെ ഓക്കെ. പിന്നെ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തന്നെ വളരെ ശ്രദ്ധേയമായ ക്യാമ്പസുകളിലൊന്നാണ് കാലിക്കറ്റ് NIT എന്നുള്ളത്. അപ്പോൾ ശരിക്കും പല ആളുകൾക്കും, വിദ്യാർത്ഥി തലത്തിലുള്ള ആളുകൾക്ക് തന്നെ പല ആളുകൾക്കും അറിയാറില്ല ഇങ്ങനൊരു ക്യാമ്പസ് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ നിന്ന് ജോലി നേടുന്നതിൻ്റെയൊക്കെ കുറേ ആളുകൾക്ക് അതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തവരുണ്ട്. ശരിക്കും അമീന് ഇതിനെക്കുറിച്ച് ചിന്തിച്ചത് എപ്പോഴാണ്, അല്ലെങ്കിൽ NIT എത്തിപ്പെട്ടതിൻ്റെ ഒരു സാഹചര്യം ഒന്ന് പറയാമോ? അതെന്ന് വെച്ചാൽ ഒരു +2 വരെ എനിക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 8, 9, 10 ആ ടൈമിലൊക്കെ ആണെങ്കിലും ഫ്യൂച്ചറിൽ എന്താ ചെയ്യേണ്ടത്, ഈവൻ +1 എന്താ എടുക്കേണ്ടതെന്നുള്ള പോലും ഞാൻ ബയോമാക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ തീരുമാനവും അതിനുള്ള കാരണം എന്താ വെച്ചാൽ, അപ്പോൾ അതിന് ഫ്യൂച്ചറിൽ എന്തെങ്കിലും തിരിയാന്നുള്ള ഒരു തോന്നലായിരുന്നു. അതായത് അപ്പോൾ ആ ടൈമിലൊന്നും സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല, ടൈം ഉണ്ടല്ലോ എന്നുള്ള ഒരു വിചാരത്തിലാണ് പോയിരുന്നത്. +1 അഡ്മിഷന് പോകുമ്പോഴും കൃത്യമായിട്ട് ഒരു പിന്നെ ഡ്രീം ഉണ്ടായിരുന്നില്ല, ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് ബയോമാക്സ് എടുത്തത്. എന്താവണം എന്നുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ട് ബയോളജി മാത്സ് കൂടി ഉൾപ്പെടുന്നൊരു കോഴ്സ് എടുത്ത് പഠിച്ചത്. ഈവൻ കൊമേഴ്സ് റിലേറ്റഡ് ഇതിലേക്ക് പോകണമെങ്കിലും അങ്ങനെ ചെയ്യാലോ, കുഴപ്പമില്ല. അതെ അതെ, ഓക്കെ. പിന്നെ +2 കഴിഞ്ഞതിന് ശേഷം നേരെ ജോയിൻ ചെയ്തോ, അതോ പിന്നെ +2 കഴിഞ്ഞതിന് ശേഷം വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടാണോ പിന്നെ NIT അല്ല, അതായത് +2 അല്ല കുഴപ്പമില്ലാണ്ട് മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് നമ്മൾ ശരിക്കും ചിന്തിച്ചു തുടങ്ങിയത്, ഇനി എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ അല്ല. മാർക്ക് വന്ന് റിസൾട്ട് വന്ന് എന്തായാലും കോളേജിൽ ചേരണ്ട. അപ്പോൾ +2 ഞാൻ എൻട്രൻസ് ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. NEET ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ശരി. ആദ്യം തവണ NEET അപ്ലൈ ചെയ്തു, പക്ഷെ അറ്റൻഡ് ചെയ്തില്ല. ഇല്ല, NEET ആണ് ആകെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളതെല്ലാം ഒരു കളി രൂപത്തിൽ അങ്ങനെ പോയി. പക്ഷെ +2 കഴിഞ്ഞപ്പോഴാണ് ശരിക്ക് ഒരു പെട്ട പോലെ തോന്നിയത്, ഇനി ഒരു ഐഡിയ ഇല്ല. പിന്നെ ബയോളജി എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ബയോടെക്നോളജി BSc എടുത്താലോ എന്ന് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അല്ലെങ്കിൽ CSL എഞ്ചിനീയറിംഗ് വല്ല പ്രൈവറ്റ് കോളേജിൽ പോകാനും പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മളെ റിലേറ്റീവ്സ് മുഖേനയാണ് ഇങ്ങനെ ഒരു ആനൻസിനെ കുറിച്ചിട്ട് അറിയണത്. അങ്ങനെ എൻ്റെ ഒരു കുടുംബത്തിൽ ഒരിക്കലുണ്ട് ഇപ്പോൾ ഇതുപോലെ തന്നെ പഠിച്ചിറങ്ങിയത്. അപ്പോൾ മൂപ്പരാൾക്ക് ഞാൻ മെസ്സേജൊക്കെ അയച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ്, പിന്നെ എന്തായാലും കൊറോണ ടൈമായിരുന്നു, ജസ്റ്റ് കൊറോണ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളെ +2 എക്സാമൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 2 എക്സാം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2020 അപ്പോൾ അല്ലേ കൊറോണ? ആ ടൈമിൽ. അപ്പം പിന്നെ എന്തായാലും കോളേജിൽ പോയിട്ട് പഠിക്കാൻ പറ്റൂല, ഓൺലൈനായിരിക്കും ക്ലാസ്. ആ നിലക്ക് എന്നാൽ റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 1 വർഷം ഡ്രോപ്പ് ചെയ്തതാണ്. അപ്പോൾ പിന്നെ കോച്ചിങ് ഓൺലൈനായിട്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ കയറിയത്. ഓക്കെ. അപ്പോൾ ഫലത്തിൽ +2 കഴിഞ്ഞിട്ട് 1 വർഷം മിസ്സായതു? 1 വർഷം ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഓക്കെ. പിന്നീട് എഴുതി ആ ഫസ്റ്റ് ടൈമിൽ തന്നെ കിട്ടി? അടുത്ത അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. മാഷാ അല്ലാഹ്. ഓക്കെ. പിന്നെ താങ്കൾ മനസ്സിലാക്കിയത് ശരിക്കും NIT പഠിച്ചാലുള്ള, ഞാനത് എന്താ വെച്ചാൽ നമ്മളെ കേൾക്കുന്ന മറ്റു ശ്രോതാക്കൾ കൂടിയും അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികളോട് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് അതിന് പഠിച്ചാലുണ്ടാകുന്ന ഒരു ബെനിഫിറ്റുകൾ ഒന്ന് സൂചിപ്പിക്കാം. എന്തൊക്കെയാണ്, അല്ലെങ്കിൽ NIT ഒരു പ്ലസ് പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറയാം. അതായത് മെയിനായിട്ട് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ പഠനം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു ജോലിയിൽ എത്താന്നുള്ളതാണല്ലോ, ഇപ്പോൾ ഡിഗ്രി ചെയ്യണതും അല്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ
പൊതുവിലിപ്പോൾ നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരും ഒരു കമ്പനിയിൽ അപ്രോച്ച് ചെയ്താലും എക്സ്പീരിയൻസ് ആണ് ആദ്യം ചോദിക്കുക. ആദ്യം അപ്പം നമ്മൾ കോഴ്സ് കഴിഞ്ഞാലും പിന്നെ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ 6 മാസത്തെ 3 മാസത്തെ കോഴ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ട്രെയിനിങ്ങിന് പോകേണ്ടി വരും, വേറെ കമ്പനികളിൽ എന്തെങ്കിലും ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് പിന്നെ അങ്ങനെ കയറേണ്ടി വരും. കാരണം ആൾക്കാർ അതാണ് നോക്കുക. പക്ഷേ ഇങ്ങനത്തെ കോളേജ് പഠിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ കോളേജിൽ നിന്നാണ് പ്ലേസ്മെന്റ് പ്ലേസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ കമ്പനിയിൽ പോകണത്. അവർ എക്സ്പീരിയൻസ് നോക്കില്ല, അതും എന്തെങ്കിലും കുഴപ്പമില്ലാത്ത പാക്കേജും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. കാരണം അവർക്ക് അറിയാം അവിടെ വരുന്നവർ അത്യാവശ്യം ഇന്റലിജന്റ് ആവില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. പഠിക്കാണ്ട് അങ്ങനെ കയറാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. കണ്ടൻസിനാണെങ്കിലും അത്യാവശ്യം കോമ്പറ്റീഷൻ ഉള്ളതല്ലേ. അപ്പോൾ അത്യാവശ്യം ഡിസിപ്ലിനും അതുപോലെ ഹാർഡ് വർക്കിംഗ് ചെയ്യണവരൊക്കെ അറിയാം. അപ്പോൾ അവർ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നേരെ കമ്പനികൾ നേരിട്ട് നമ്മളെ അപ്പോയിന്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല കമ്പനികൾ തന്നെ ആയിരിക്കും അവിടെ വരും അല്ലേ. MNC കമ്പനികൾ തന്നെ പ്ലേസ്മെന്റ് കാര്യങ്ങളിൽ ക്യാമ്പസിൽ വരുന്നുണ്ടാവും. ഓക്കെ, താങ്കൾ ഇപ്പോൾ ജോയിൻ ചെയ്തു ഏത് കമ്പനിയാണ്? ഒറാക്കിളാണ്. അവർ ഹൈദരാബാദ് ഓഫീസിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഹൈദരാബാദാണ് അപ്പോയിൻമെന്റ് കിട്ടിയത്. നമുക്ക് ശരിക്കും ഇത് ക്യാമ്പസ് പ്ലേസ്മെന്റ് വരുമ്പോൾ നിങ്ങൾ ഫൈനൽ ഇയറിൽ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടാണോ കയറുന്നത്? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊന്ന് പറയാമോ? പൊതുവെ 2 രീതിയിലാണ് കമ്പനികൾ ഇവിടുന്ന് സ്റ്റുഡൻസിനെ കൊണ്ടുപോകാറുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫൈനൽ ഇയറിൽ കമ്പനികൾ വന്നു തുടങ്ങും. ഫൈനൽ ഇയർ തുടക്കത്തിൽ തന്നെ. എന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്ത് പോകും. രണ്ടാമത്തെന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പ് ഓഫർ ചെയ്യും അവർ. ഇപ്പോൾ 3rd ഇയർ കഴിഞ്ഞ് 4th ഇയർ സ്റ്റാർട്ട് ചെയ്യണ അതിൻ്റെ ഇടയ്ക്ക് 2 മാസമുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് ഫൈനൽ ഇയറിൻ്റെ ലാസ്റ്റ് 8th സെം ശരിക്കും പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഈ കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നേരിട്ട് എടുക്കുന്നതിന് പകരം ഇൻറ്റേൺഷിപ്പിന് വിളിച്ചിട്ട് നമ്മളെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ PPO എന്ന് പറയും, പ്രീ പ്ലേസ്മെൻറ്റ് ഓഫർ വരും. അത് പിന്നെ അതിനുശേഷം ഇൻ്റർവ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് നേരെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ നേരെ ജോയിൻ ചെയ്യാം, കമ്പനിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇൻറ്റേൺഷിപ്പും അവിടെ തന്നെ ആയിരുന്നു, ഒറാക്കിളിൽ ഹൈദരാബാദ് സെയിം ലൊക്കേഷനിലായിരുന്നു. ഈ കഴിഞ്ഞ വർഷം 2 മാസം അവിടെ പോയിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പം അതിനുശേഷം അപ്പോൾ അവർ ഈ PPO തന്നപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ കയറിയതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ 3rd ഇയർ ആകുമ്പോൾ തന്നെ ഇന്റേൺഷിപ്പിന് അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോവാം, കമ്പനികൾ ഓഫർ ചെയ്യും അല്ലേ? വെക്കേഷനാണ് പോവുക, പക്ഷേ നമ്മൾ വീട്ടിൽ പോയി വെക്കേഷൻ ആഘോഷിച്ച ആ സമയം അവിടെ ഓക്കെ. അപ്പോൾ നമുക്ക് സത്യത്തിൽ ഇത് കോഴ്സ് കഴിഞ്ഞോട് കൂടി തന്നെ അവിടെ തന്നെ ജോയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞത് പെട്ടെന്ന് തന്നെ നമുക്കൊരു ജോലിയിൽ കയറാൻ നിങ്ങൾ പറഞ്ഞ പോലെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഫൈനൽ ഇയർ കഴിഞ്ഞോട് കൂടി നമുക്ക് ജോലിയിൽ കയറാനുള്ള സാധ്യതയെക്കുറിച്ച് പറഞ്ഞു. ഇനി ഇതൊന്നും അല്ലാതെ ഒരു ഹയർ സ്റ്റഡി ഉദ്ദേശിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ വേറെ എന്തൊക്കെയാണ് എന്ന് പറയാം? ഈ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം മാത്രമാണ്. പിന്നെ ഇപ്പോൾ പഠിക്കാൻ അങ്ങനെ പഠിച്ചു പോകാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ റിസർച്ച് ഇന്റേൺഷിപ്പുകളൊക്കെ ചെയ്യുക ബാക്കി ടോപ്പ് കോളേജിലൊക്കെ. കാരണം ഈ അവിടെയുള്ള ഫാക്കൽറ്റീസിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറേ ടൈപ്പുകൾ ഉണ്ടാവും. അവർ പുറത്തുള്ള കമ്പനികളുടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ അങ്ങനെ പ്രൊജക്റ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് ആയിട്ട് ചെയ്യണവരായിരിക്കും. അപ്പം നമ്മൾ അതിൽ അവരെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ള നിലക്ക് മെയിനായിട്ട് എക്സ്പോഷറാണ്. കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും. പിന്നെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ കുറേയൊക്കെ അറ്റ്ലീസ്റ്റ് ഇപ്പം ഞങ്ങളെ ബ്രാഞ്ചിൽ CSL ആയിരുന്നെങ്കിൽ ഒരു കുറേയൊക്കെ സെൽഫ് ലേണിംഗ് പോലെ, അതായത് അവരെല്ലാം നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് പഠിപ്പിച്ചു തരില്ല. അവർ ബേസിക്സ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. ഫൗണ്ടേഷൻ നല്ലോണം ഫോക്കസ് ചെയ്യും, ബാക്കിയെല്ലാം നമ്മൾ പഠിക്കണത്. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയുന്ന ടേംസാണ് ഈ ലാംഗ്വേജസ് എന്നൊക്കെ പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. നമ്മളിപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ഈ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കൂടാതെ NIT പഠിക്കുമ്പോൾ കിട്ടുന്ന മറ്റു ബെനിഫിറ്റുകൾ എന്തെല്ലാമാണ്? മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പോഷറാണ്. അതായത് നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് അവിടെ നിന്നുണ്ടാവും. ഇത് ജോലി എന്ന് പറഞ്ഞാൽ അതിലൊരു സാധ്യത മാത്രമേ. ഇപ്പം നമുക്കിനി ഹയർ സ്റ്റഡീസിന് പോകണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഈ ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയൊക്കെ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള എളുപ്പമാണെന്നുള്ളതാണ് സാധ്യത ഉണ്ട്. അതുപോലെ റിസർച്ച് ഇന്റേൺഷിപ്പിന് പോവുക. അതായത് നമുക്ക് ഈ കോളേജിന് ഓൾറെഡി പുറത്ത് ഇതുപോലെ യൂണിവേഴ്സിറ്റി അതുപോലെ കമ്പനീസിനൊക്കെ ആയിട്ട് ടൈപ്പ് ഉണ്ടാവും, ഈ MOU ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർ തമ്മിൽ തന്നെ
ഒരു പ്രോഗ്രാം ഉണ്ടാവും ഇവിടുന്ന് കുട്ടികളെ റിസർച്ചിന് വിടണ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന് വിടണ അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യണ. ഈ ഫാക്കൽറ്റീസിനൊക്കെ ഇതുപോലെ ഈ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിൽ ISRO DRDO ഒക്കെ പോലെ അപ്പോൾ അവരൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രൊജക്റ്റ് ചെയ്യണ്ടാവും, ഫണ്ടഡ് പ്രൊജക്റ്റ്. അതെ അതെ അപ്പം നമ്മൾ അതിലൊക്കെ വർക്ക് ചെയ്യണോണ്ട് നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ ആ എക്സ്പോഷർ അത് ചിലപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജിൽ നിന്ന് കിട്ടാൻ കിട്ടണമെന്നില്ല. വളരെ റയർ കേസുകളിൽ മാത്രമേ ചിലപ്പോൾ അങ്ങനത്തെ പ്രൈവറ്റ് കോളേജിൽ നിന്ന് കിട്ടാൻ അവസരം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കാവുമ്പോൾ അങ്ങനെ ISRO പോലെയുള്ള വലിയ പ്രൊജക്റ്റുകളിലേക്കൊക്കെ ചിലപ്പോൾ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടും. അതിനുള്ള Opportunities ഓപ്പർച്യൂണിറ്റീസ് കോളേജ് തരും. താല്പര്യമുള്ളവർക്ക് അതിനനുസരിച്ച് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നിയില്ല എന്ന് വെച്ചാൽ നമ്മളെല്ലാം അങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് പഠിപ്പിക്കൂല. നമ്മൾ താല്പര്യം എടുത്താൽ നമുക്ക് എന്താ പറയാ സ്കൈസ് ദ ലിമിറ്റ് ഒക്കെ പറയണ പോലെ ഡിസൈഡ് ചെയ്യാം ഞാൻ എവിടെ എത്തണം അല്ലെങ്കിൽ ഞാൻ ഇതുവരെ പോകണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അവര് അതിനുള്ള ഒരു പാത്ത് റെഡിയാക്കി തരും അവിടെ നിന്ന്. ഇപ്പോൾ കോഴ്സ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഡെയിലി അങ്ങനെ ഒരുപാട് നേരം ക്ലാസ് ഉണ്ടാവില്ല. പീരീഡ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആണ് കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഡെയിലി, അതും കണ്ടിന്യൂസ് ആവില്ല, പല പല ടൈമിലും. ലാബ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ തന്നെ വരുള്ളൂ ഡെയിലി. ബാക്കിയുള്ള ടൈമിലൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ പഠിക്കാനാണെങ്കിൽ അങ്ങനെയൊക്കെ. അതുപോലെ ഈവൻ അറ്റൻഡൻസും സ്ട്രിക്റ്റ് അല്ല, അത് ഈ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് മാറും. നമ്മളവിടെ കുറച്ചും കൂടി എന്താ പറയുക ഫ്ലെക്സിബിളാ ആ കാര്യത്തിലൊക്കെ. മുഹമ്മദ് അമീൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, പൂർണ്ണമായിട്ടും നല്ല ഒരു മതവിശ്വാസ കാര്യങ്ങളൊക്കെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് താങ്കൾക്ക് ആ ഒരു ക്യാമ്പസിൽ പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം താങ്കളൊരു ക്യാമ്പസിനകത്ത് പഠിക്കുന്ന സമയത്ത് തന്നെ പൂർണ്ണമായിട്ടും തൻ്റെ വിശ്വാസ കാര്യങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ താങ്കൾക്ക് അതിനകത്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം പല വിദ്യാർത്ഥികൾക്കിടയിൽ അല്ലെങ്കിൽ കുട്ടികൾക്കിടയിൽ ധാരണ ഉണ്ടാവും. നമ്മൾ ചില ആൾക്കാർക്കൊക്കെ മതപരമായ കാര്യങ്ങളിൽ ക്യാമ്പസിനകത്ത് ചെല്ലുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. കാരണം അതൊക്കെ അത്ര മതി, അല്ലെങ്കിൽ മറ്റു ഫ്രണ്ട്സിന് ഞാൻ എന്താ തോന്നുക എന്നൊക്കെ വിചാരിക്കുന്നവർ ചിലരെങ്കിലുമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ കൃത്യമായിട്ട് തൻ്റെ മതപരമായ കാര്യങ്ങൾ കൃത്യമായ മതചിട്ടയോട് കൂടി ചെയ്തു പോരാൻ താങ്കൾക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിന് താങ്കൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്തു എന്നാണ്? നമ്മൾ ഇപ്പോൾ അങ്ങനെ സ്പെസിഫിക് കേസുകളായിട്ട് പറയില്ല എന്നുണ്ടെങ്കിൽ ജനറലി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒറ്റക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നത്തിനുള്ള സാധ്യത ഉള്ളു അവിടെ. ഇപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ കോഴിക്കോട് നൈറ്റിലാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയ കമ്മ്യൂണിറ്റി ഉണ്ട്, കുട്ടികളുണ്ട്, അടുത്തടുത്ത് പള്ളികളുണ്ട്. ഇപ്പോൾ എല്ലാത്തിനുള്ള ഒരു എൻവയോൺമെൻറ്റ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഏത് കോളേജിലാണ് എന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ ആൾക്കാർ ഉണ്ടാവും, പക്ഷെ അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിലുള്ളൊരു ടാസ്ക്കായിട്ട് വരിക. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അതിൽ ഞാൻ മനസ്സിലാക്കിയുള്ള എന്താ വെച്ചാൽ ഫ്രണ്ട്സ് നമുക്ക് എല്ലാവരും കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ക്ലോസ് ആയിട്ട് ഫ്രണ്ട്സില്ല, നമ്മളൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവില്ല. അത് ഒരു നല്ല ടീമാക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ നിസ്കാരത്തിൻ്റെ നേരയിൽ കൊണ്ടുപോകാൻ, അതായത് പള്ളി പോവാടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കാനൊരു സമയമായി നമുക്ക് പള്ളി പോരാ എന്നുള്ള അങ്ങനത്തെ ഒരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമായി. നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ്ട് പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാക്കിയുള്ളവർ എന്താ വിചാരിക്കുക എന്നുള്ള ചിന്തയെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വെച്ചാൽ, ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തുടക്കത്തിൽ ഒരു നയത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. വിശ്വാസി എന്നുള്ള രീതിയിൽ നമ്മളൊരു കാര്യങ്ങളും നമ്മളൊരു ഇതും പറഞ്ഞാൽ അറിയാം, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് അല്ലേ? അത് തുടക്കത്തിൽ നമ്മൾ ആ ഒരു നയത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ അവനിപ്പോൾ പെട്ടെന്ന് അങ്ങനെ അതിനൊരു ഇത് വരും. ഇപ്പോൾ നാളർക്ക് ഇതുപോലെ അവിടെ കളിക്കാനും ടർഫിലൊക്കെ പോക്കുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ മരുവിൻ്റെ നേരമാണ്, അപ്പോൾ ആ നേരത്തെ ബുക്ക് ചെയ്തതിന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അപ്പോൾ അവർക്ക് കുഴപ്പമില്ല. അത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അത് പറഞ്ഞത്. നമ്മൾ ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ ആർക്കും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ശരിക്കും നമ്മൾ ഒരുപാട് ചിന്തിച്ച് വെറുതെ
കൂടുതൽ ആലോചിച്ച് വഷളാക്കണതാ. സത്യം. കൃത്യമായിട്ട് താങ്കൾ സൂചിപ്പിച്ചത് ഇതാണ്. നമ്മളുടെ നിലപാട് നമ്മൾ എവിടെയാണെങ്കിലും അത് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ചില സമയത്ത് നമ്മൾ നിലപാട് മൂടി വെക്കുകയും അല്ലെങ്കിൽ ഒരു അഴകുഴമ്പൻ നിലപാടെടുത്ത് കഴിഞ്ഞാൽ മതി എന്നുള്ളതല്ല ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നിസ്കാരത്തിൻ്റെ സമയത്ത് ഒരു ടർഫ് ബുക്ക് ചെയ്തതിൻ്റെ അയ്യോ അത് പ്രയർ കഴിഞ്ഞിട്ട് ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അവർക്ക് ബോധ്യപ്പെടും അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും എല്ലാ വിഷയത്തിലും ഉണ്ടാവുക അല്ലേ? ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ ഇൻഷാല്ല അക്സെപ്റ്റ് ചെയ്യാൻ ആർക്കും കുഴപ്പമുണ്ടാവില്ല. നമ്മളാണ് വെറുതെ അല്ല ചില ആളുകൾക്കെങ്കിലും അങ്ങനെ ഒരു പിന്നെ ആളുകൾക്കിടയിൽ എന്താ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ അങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട് എന്ന് പറയാൻ നിൽക്കുക. അതുകൊണ്ട് ചോദിച്ചതാണ്. കഴിഞ്ഞ വർഷത്തെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം NIT യൂണിറ്റ് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ പ്രസിഡൻ്റായിട്ടൊക്കെ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. അപ്പോൾ വലിയ ഇത്ര ഒരു മുഖ്യമായ ഒരു കോഴ്സ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇങ്ങനെ മതപ്രബോധന രംഗത്ത് സജീവമാകാൻ സാധിച്ചത് എങ്ങനെയാണ്? പല ആൾക്കാരും വിചാരിക്കുക ഒരു കോഴ്സൊക്കെ ചെയ്യുമ്പോൾ വലിയ കോഴ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ സമയം കളയേണ്ട അത് എനിക്ക് എൻ്റെ പരീക്ഷയെ ബാധിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിനൊക്കെ ബാധിക്കും, കരിയറിനെ ബാധിക്കുമെന്ന് വിചാരിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി താങ്കൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ പഠനകാര്യം താങ്കൾക്ക് വളരെ വിജയകരമായിട്ട് നല്ല മാർക്കോട് കൂടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇത് സാധിച്ചത് എങ്ങനെയാണെന്ന് പറയാമോ? ഞാൻ മനസ്സിലാക്കിയുള്ളതെന്ന് വെച്ചാൽ മതപരമായിട്ട് ജീവിക്കുമ്പോൾ അതായത് നമ്മളെ ബൗദ്ധിക ഭാഗം എടുക്കുന്നുണ്ടെങ്കിൽ ആ സൈഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ കുറവ് വരില്ല എന്ന് മാത്രമല്ല ഇൻഷാല്ല അതായത് അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പഠിച്ചതിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചും സപ്പോർട്ട് കിട്ടും നമുക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഡിസിപ്ലിൻ ഉണ്ടാവും. നമ്മൾ എന്തായാലും രാവിലെ നേരത്തെ എണീക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് രാത്രി നേരത്തെ കിടക്കേണ്ടി വരും. പിന്നെ മാത്രമല്ല നമുക്ക് നിശ്ചിതമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം അതിനെ സേവ് ചെയ്യാൻ തന്നെ കിട്ടും. അതെ, സമയമാണല്ലോ ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ബാക്കി കാര്യങ്ങൾക്കൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളാരും പെർഫെക്റ്റ് അല്ല. നമുക്കും ഡൗൺ ടൈമുകളുണ്ടാവും, ഹൈ ടൈം ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ എൻ്റെ ഡൗൺ ടൈമിൽ ആയിരിക്കും ചിലപ്പോൾ ആ ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു പിന്നോട്ട് വലിയുണ്ടാവും. ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാത്തിൽ നിന്നും കുറച്ച് ബാക്കിലായിരിക്കും. ഇപ്പോൾ ഹസപ്പൊക്കെ പറഞ്ഞ പോലെ വലാത്തക്കുനും കല്ലദീനസുല്ലാഹ ഫൻസാഹ് മൻഫുസാഹും. അതായത് നമ്മൾ അള്ളാനെ മറന്നാൽ അള്ളാഹ് നമ്മളെ തന്നെ മറപ്പിക്കും പറഞ്ഞ പോലെ. അപ്പം അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ ചിട്ടേരി പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പൊതുവിൽ റെഡി ആയിട്ട് ഒരു ചിട്ടയായിട്ട് പോവുകയാണെങ്കിൽ എല്ലാത്തിനും നല്ല സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. പഠിച്ചവൻ്റെ ഭാഗത്തു നിന്ന് കൂടിയും നമുക്ക് കുറച്ചുകൂടി കൂടുതൽ സഹായം കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് താങ്കൾ പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാം നമ്മൾ അള്ളാഹുവിലേക്ക് ഒരു അടുക്കുമ്പോൾ അള്ളാഹ് അതിലേറെ വേഗത്തിൽ നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ള പറഞ്ഞ പോലെ. അതുപോലെ തന്നെ താങ്കൾ സൂചിപ്പിച്ച പോലെ അനുഷ്ഠാന കാര്യങ്ങളിൽ അതുപോലെ ഇത്തരം പിന്നെ പ്രബോധന കാര്യങ്ങൾ ദീനി കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അള്ളാഹിൻ്റെ ഭാഗത്ത് തീർച്ചയായിട്ടും നമുക്ക് സഹായം കിട്ടുന്നുള്ള ആ ഒരു വിശ്വാസം മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് അല്ലേ, അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം താങ്കൾ ഇത്തരം വലിയൊരു ഉന്നത വിജയം പ്രതീക്ഷിച്ചിരുന്നോ അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് സ്കോർ പ്രതീക്ഷിച്ചതായിരുന്നോ? അതായത് നമുക്ക് ഓരോ സമയം കഴിയുമ്പോഴും CGP അറിയാൻ പറ്റും. അപ്പം ആ രീതിയിൽ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇപ്പോൾ 7th സെം വരെയുള്ള മാർക്ക് നമുക്കറിയാം. അപ്പോൾ 8th സെമ്മിലും ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പം എനിക്ക് റിസൾട്ട് മെയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ജസ്റ്റ് അറിയുന്നത് എന്താ വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ടോപ്പറാണെന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഒരു 3 ആഴ്ച മുമ്പാണ് UGയിൽ ടോപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള അൽഹംദുലില്ലാ ആ കാര്യം. ഓക്കെ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ടോപ്പ് ആകുന്നതിന് താങ്കൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ താങ്കൾക്ക് ടോപ്പർ ആവാൻ സാധിച്ചു എന്ന് പറയാമോ? എക്സ്ട്രാ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തായിട്ട് തോന്നുന്നില്ല. മേ ബി കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതായത് നമ്മൾ ഈ 4 വർഷം ഈ CGP എന്ന് പറയുമ്പോൾ ക്യുമുലേറ്റീവ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ 4 വർഷം അതിനനുസരിച്ചിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെ പഠിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകേണ്ടി വരും. ആ ഒരു കാര്യമാണ്. അതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് ചെയ്തതെന്ന് തോന്നുന്നില്ല. പിന്നെ എല്ലാത്തിനും ഉപരി എന്തായാലും അള്ളാഹുടെ സഹായം
പ്രശ്നൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കിട്ടി എന്നുള്ളതിന് പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ താങ്കൾക്ക് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്തായാലും ഈ വർഷത്തെ NITയിലെ ഗോൾഡ് മെഡലിസ്റ്റ് ആവാൻ സാധിച്ചു. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു വിജയപ്പിയുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഈ വർഷത്തെ NITയിലെ ഗോൾഡ് മെഡലിസ്റ്റായ മുഹമ്മദ് അമീനാണ്. അദ്ദേഹത്തിനും ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.